January 1st, 2026. A new year. സെയിം സ്കൈ ബട്ട് എ ന്യൂ ചാൻസ് ടു ട്രൈ അഗെയിൻ. ഞാനിന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്, 5:30 എഴുന്നേറ്റു. കാരണം വീട്ടിലാളില്ല ഗൈസ്, ഞാനും എൻ്റെ ചേച്ചി മാത്രമേ ഉള്ളൂ. അപ്പോൾ കിച്ചണിൽ എന്തെങ്കിലും പണിയെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് വേണമെങ്കിൽ നമ്മൾ സ്വന്തമായി ചെയ്യേണ്ടി വരും. കുക്കിംഗ് അറിയാത്തതുകൊണ്ട് ഞാൻ ചേച്ചി എഴുന്നേറ്റപ്പോൾ തന്നെ എഴുന്നേറ്റ് പോയി. കാരണം എന്നാലും നമുക്ക് അവളെ ഹെൽപ്പ് ചെയ്യുന്നുള്ള പേരിലെങ്കിലും ഫുഡ് കിട്ടുള്ളൂ. പക്ഷേ അടുക്കളയിൽ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി അവളുടെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ വേഗം വന്ന് പല്ല് തേച്ച് ഫേസ് വാഷൊക്കെ ഇട്ട് മുഖം കഴുകിയത്. ഇതാണ് എൻ്റെ റീസൺലി ഫേവറേറ്റ് ഫേസ് വാഷസ്. അത് ഹിമാലയയുടെ കേസറിൻ്റെ ഫേസ് വാഷും പിന്നെ ഒരു സ്ക്രബുമാണ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോസൊക്കെ ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യാം. ആൻഡ് അതൊക്കെ കഴിഞ്ഞ് ഒരു 6:10 ആയപ്പോൾ ഞാൻ അടുക്കളയിൽ ചെന്നു. എൻ്റെ ചേച്ചിക്ക് 6:30 ആകുമ്പോൾ പോകുന്നതുകൊണ്ട് ചേച്ചി പോയിട്ടുണ്ടായിരുന്നു. സോ വീട്ടിലുള്ള അടുക്കളയിൽ മുഴുവൻ പണിയും ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തത്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ റൂമിലേക്ക് വരുമ്പോൾ ഇതാണ് എൻ്റെ റൂമിൻ്റെ കോലം. എല്ലാ സാധനങ്ങളും വാരി വലിച്ചിട്ടിരിക്കുകയാണ്. അപ്പം നമുക്കിതൊന്ന് ഓർഗനൈസ് ചെയ്യണം. അപ്പോൾ ഞാനൊരു ട്രാൻസാക്ഷൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ട്രാൻസാക്ഷനാണ് കൊടുക്കുന്നതെങ്കിലും നമ്മളാണ് പണിയെടുക്കുന്നത്. ഇങ്ങനെയാക്കി എൻ്റെ റൂം. ഇങ്ങനെ റൂം ആക്കിയതിന് ശേഷം അത്യാവശ്യം നല്ല പണിയുണ്ടായിരുന്നു. ആ ടേബിളൊക്കെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്യാൻ, ആ ബെഡ് ഇങ്ങനെ ഓർഗനൈസ് ചെയ്യാൻ. അപ്പോൾ കുറേ അധികം സാധനങ്ങൾ വേസ്റ്റ് കളയാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ ടൈം കുറേ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലോക്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഏകദേശം ഒരു എത്രയെങ്ങാനും സമയമായിട്ടുണ്ട്. ഞാൻ അത് സൂം ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അത്രയും നേരം പണിയെടുത്തത് കൊണ്ട് ഏകദേശം ഒരു 11:15 ആയിട്ടുണ്ട് പണി. അതായത് ഞാനൊരു 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത പണിയാണെങ്കിൽ 11:15 വരെ എടുക്കാനുള്ള പണി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും നേരമായതുകൊണ്ട് ഞാൻ ഭയങ്കര വയ്യാത്തതുകൊണ്ടും ഞാൻ വേഗം പോയി ഒരു കുളി പാസ്സാക്കി. കാരണം ഇനി കുളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ബോഡി ഈ സ്വെറ്റൊക്കെ കാരണം അല്ലെങ്കിൽ ഇത്രയും പണിയെടുത്ത കാരണം ഭയങ്കരമായിട്ട് ടയേർഡ് ആവാൻ ചാൻസ് ഉണ്ട്. സോ ഞാൻ വേഗം തന്നെ പോയി ഒന്ന് കുളിച്ചു. കാരണം 12 മണി ആയി കഴിഞ്ഞാൽ പിന്നെ കുളിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വേഗം തന്നെ എണ്ണയൊക്കെ എടുത്ത് കുളിച്ചു. രാത്രി ആവുന്നേ ഉള്ളൂ, അല്ല പകലാവുന്നേ ഉള്ളൂ, രാത്രിയല്ല പകലാവുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാനൊരു നിവ്യയുടെ മോയ്സ്ചറൈസർ യൂസ് ചെയ്തു. അതെൻ്റെ സിബ്ലിങ്ങിൻ്റെ പണിയാണ് അവിടെ അങ്ങനെ ആക്കി വെക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ പുറത്തൊക്കെ പോയി എൻ്റെ റൂമൊക്കെ ഞാൻ ക്ലീൻ ചെയ്തൊരു സാറ്റിസ്ഫാക്ഷനിലാണ് ഞാൻ പുറത്ത് പോകുന്നത്. പുറത്ത് പോകുമ്പോൾ ഞാൻ വിചാരിച്ചില്ല ഞാൻ ഇത്ര ലേറ്റായിട്ടായിരിക്കും തിരിച്ചു വരാമെന്ന്. ഞാൻ തിരിച്ചു വന്നപ്പോഴേക്കും ഏകദേശം ഒരു 2:30 ആയി. 2:30 ആയപ്പോഴാണ് ഞാൻ തിരിച്ചു വരുന്നത്. അപ്പോൾ എനിക്ക് നല്ല ടയേർഡായിരുന്നു. ഞാൻ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടും വെയിൽ കൊണ്ടിട്ടും എന്നിങ്ങനെ ട്രാവൽ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഒരു ടയർഡ്നെസ് ഉണ്ടാവുമല്ലോ. സോ അപ്പോൾ ഞാൻ വിചാരിച്ചു പോയി ഉറങ്ങാമെന്ന്. അങ്ങനെ ഞാൻ ഉറങ്ങാൻ പോയി ഗായ്സ്. ഞാൻ ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ദിസ് ഈസ് ദ ടൈം. ഞാനൊരു അറൗണ്ട് 7 o'clock അല്ലെങ്കിൽ 6:45 ഒക്കെ ആവുന്ന സമയത്താണ് ഞാൻ എഴുന്നേൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ റൂം നൈറ്റിൽ കാണാൻ. ഞാൻ ആ മാല ബൾബ് അല്ലെങ്കിൽ ആ ഫെയറി ലൈറ്റ് ഞാൻ സെറ്റ് ചെയ്ത്, ഫെയറി ലൈറ്റ് അല്ല, ഒരു വാം ലൈറ്റാണ്. അത് സെറ്റ് ചെയ്തത് ന്യൂ ഇയറിൻ്റെ തലേദിവസമാണ്. പക്ഷെ അത് ക്ലീൻ ചെയ്യാനുള്ള ടൈം എനിക്ക് ഉണ്ടായിരുന്നില്ല. അത് സെറ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ആൻഡ് നമ്മൾ തിരിച്ച് പഠിക്കാതിരിക്കുന്നത് ഏകദേശം ഒരു 10:10 ആയപ്പോൾ ആ ടൈമിലാണ് നമ്മൾ പഠിക്കാതിരിക്കുന്നത്. I think I should wind my day that time because I was literally tired. But also I need to be productive. At least 1 hour I need to study in my table. So ഞാൻ വിചാരിച്ചു റെക്കോർഡ് എഴുതണോ അതോ പഠിക്കണോ എന്ന്. ഞാൻ ഫൈനലി ഡിസൈഡഡ് ടു വാച്ച് മൈ ക്ലാസ് ബിക്കോസ് ഐ ഹാവ് എ ലോട്ട് ഓഫ് പെൻഡിങ്സ്. അപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ് കാണാമെന്ന് വിചാരിച്ചു. ദിസ് ഈസ് മൈ പ്രോഗ്രസ് ട്രാക്കർ അങ്ങനെയൊക്കെ പറയുന്ന ഒരു ബുക്കാണ്. എൻ്റെ ടൈം ടേബിൾസും പ്രോഗ്രസ്സായിട്ട് ഞാൻ എന്ത് ചെയ്തു, പ്രൊഡക്റ്റീവായിട്ട് ഞാൻ എന്ത് ചെയ്തു അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ബുക്കാണിത്. സോ ദിസ് ഈസ് മൈ പ്രോഗ്രസ് ട്രാക്കർ ആൻഡ് ടു ഡു ലിസ്റ്റ്. അതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ കുറച്ച് ഫിസിക്സ് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ബാക്കിൽ ഇങ്ങനെ പഠിക്കുന്ന കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നത് അങ്ങനെയൊക്കെയാണ് എഴുതി വയ്ക്കുക. സോ ഒരു ന്യൂ വർഷമായതുകൊണ്ട് ഞാനൊരു പുതിയ പേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഞാൻ അങ്ങനെ അത് എഴുതി വെച്ചു. ഞാനിതിൽ ഇങ്ങനെ പ്ലാനറൊന്നും യൂസ് ചെയ്യുന്ന അധികം ആളല്ല. കാരണം പ്ലാനറൊക്കെ ക്ലോസി പ്ലാനേഴ്സൊക്കെ മേടിക്കാൻ നമുക്ക് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നോട്ട്ബുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെ ഞാൻ എൻ്റെ സ്പെക്സൊക്കെ എടുത്ത് വെച്ചിട്ടാണ് എൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനിങ്ങനെ ഓർഗനൈസ് ചെയ്തു എൻ്റെ ടേബിൾ. കാരണം ക്ലാസ് കാണുമ്പോൾ നമുക്ക് അത്യാവശ്യം നോട്ട് എഴുതാനൊക്കെ ഉള്ളതുകൊണ്ട് അതിന് വേറെ രീതിയിൽ നമ്മൾ ഓർഗനൈസ് ചെയ്യേണ്ടി വരും. ഞാൻ വേവ് ഓപ്റ്റിക്സ് ആണ് കണ്ടത്, ഫിസിക്സിലെ വേവ് ഓപ്റ്റിക്സിൻ്റെ ക്ലാസ്. ഞാൻ സ്പെക്സ് എടുത്ത് വെച്ചത് കാരണം എനിക്ക് ബ്ലൂ റേസ് കട്ടിങ് ഉണ്ട്. കാരണം ബ്ലൂ റേസ് എൻ്റെ കണ്ണിലടിച്ച് കഴിയുമ്പോൾ കണ്ണിൽ അലർജിക് റിയാക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യും. സോ ഞാനങ്ങനെ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. വേവ് ഓപ്റ്റിക്സ് ഞാൻ ചാപ്റ്ററിൻ്റെ നെയിമൊക്കെ തന്നെ എഴുതാൻ നല്ല ടൈം എടുത്തു. കാരണം ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നേരം ഏത് ക്ലാസ്സാണെങ്കിൽ കുറച്ച് ഇൻട്രൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ടൈമിൽ ഞാൻ നല്ല വൃത്തിക്ക് എൻ്റെ വേവ് ഓപ്റ്റിക്സിൻ്റെ നെയിമൊക്കെ നോട്ടിൽ എഴുതി. ഞാനങ്ങനെ നോട്ട് എഴുതി പഠിക്കുന്ന ഒരാളല്ല. പക്ഷെ ഞാൻ ഇനിയെങ്കിലും നോട്ട് എഴുതിയിട്ടില്ലെങ്കിൽ ഞാൻ തലയിരിക്കുന്നതും മറന്നു പോകും. എൻ്റെ ബ്രെയിനിലാണ് ഞാനെല്ലാം സ്റ്റോർ ചെയ്യുക. പക്ഷേ എന്നാലും ഞാനൊന്ന് എഴുതി നോക്കും.
ക്ലാസ് കഴിയുമ്പോഴോ അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ ഇടയ്ക്കോ അങ്ങനെ ഞാൻ നോട്ട് എഴുതാറില്ല പൊതുവേ. പിന്നെ എന്തെങ്കിലും കീവേഡ്സ് പോയിൻറ്റ്സ് അങ്ങനെയൊക്കെയാണ് നോട്ട് എഴുതുക, അല്ലാണ്ട് കറക്റ്റ് ഒരു എക്സാക്ട് നോട്ടൊന്നും ഞാൻ പഠിക്കില്ല. സോ അതുകൊണ്ട് ഞാൻ പ്രിൻറ്റഡ് നോട്ട്സൊക്കെയാണ് കൂടുതലും ഫോക്കസ് ചെയ്യാറ്. ഞാനിങ്ങനെ പ്രിൻറ്റഡ് നോട്ട്സിലാണ് പഠിക്കുക. അങ്ങനെയാണ്. റിട്ടൺ നോട്ട്സ് അങ്ങനെ എനിക്ക് കുറവാണ്. പക്ഷെ ഞാൻ എഴുതും. എനിക്ക് ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ ഇത്ര പെർഫെക്റ്റ് ആവണം അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ആ പോർഷൻസ് മാത്രം ഞാൻ നോട്ട് എഴുതും. അങ്ങനെ ഞാൻ എൻ്റെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ 1 hour സ്റ്റഡിയാണ് ഞാൻ പഠിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ക്ലാസ് കംപ്ലീറ്റ് ആക്കാമെന്ന്. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി ഈ ക്ലാസ് കംപ്ലീറ്റ് ആവില്ല എന്ന്. കാരണം 2 hour ക്ലാസ് ഉണ്ട്. നമ്മൾ തുടങ്ങിയത് ഏകദേശം ഒരു 10:30 ആയപ്പോഴാണ്. അപ്പോൾ 10:30 ക്ലാസ് സ്റ്റാർട്ട് ചെയ്താൽ എന്തായാലും നമ്മുടെ ക്ലാസ് നീങ്ങൂല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ വേണ്ടാന്ന് വെച്ചു. വെറുതെ എന്തിനാ ഇപ്പോൾ കഷ്ടപ്പെടുന്നത്. അതായത് ബ്രെയിൻ ഈസ് നോട്ട് ബ്രെയിനിങ് എനിമോർ എന്ന എഫക്റ്റ് എത്തി കഴിഞ്ഞാൽ ഞാൻ അപ്പം നിർത്തും. കാരണം പിന്നെ പഠിച്ചതൊന്നും തലയിൽ ഉണ്ടാവില്ല. പിന്നെ രാവിലെ എഴുന്നേറ്റ് പിന്നെ ആ പോർഷൻ ഇരുന്ന് പഠിക്കേണ്ടി വരും. അതിലും ഭേദം നമ്മൾ ആ നേരം ഉറക്കത്തിന് വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേൽക്കാനെങ്കിലും പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ ഞാൻ ഏകദേശം ഒരു ഈ വേവ് ഒപ്റ്റിക്സിൽ കുറച്ച് ടോപ്പിക്കൊക്കെ പ്രൂഫ് പറയലായിരുന്നു കൂടുതലും. റിവിഷൻ ക്ലാസ് ആയതുകൊണ്ട് അങ്ങനെ ടൈം സ്പെൻഡ് ആളിങ്ങനെ പഴയ തിയറീസൊക്കെ ഒന്ന് പൊടിതട്ടി എടുക്കുന്ന ഒരു ക്ലാസ് ആയിരുന്നു. സലാം സാറിൻ്റെ ക്ലാസ് ആയിരുന്നു. സൈലത്തിൻ്റെ ക്ലാസ്സാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ക്ലാസ്സൊക്കെ കണ്ടുകൊണ്ടിരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ ആ ക്ലോക്കിൽ ഇങ്ങനെ ടൈം ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ പോകുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വ്യൂ എടുത്തത്. ക്ലോക്കിൽ ഇങ്ങനെ സെക്കൻഡ് സൂചി ഇങ്ങനെ സ്പീഡിൽ കറങ്ങി കറങ്ങി നമ്മൾ പഠിച്ചത്രയും ടൈം ഇങ്ങനെ ക്ലോക്കിൽ ഇങ്ങനെ ടൈം പോയിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ ഞാൻ കുറച്ച് നോട്ട് മാത്രം എഴുതിയുള്ളൂ. കൂടുതലും ഞാൻ ക്ലാസ് ലിസൺ ചെയ്യണതിനെയാണ് ഫോക്കസ് ചെയ്യുക. കാരണം നോട്ടും ക്ലാസ്സും ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ മൾട്ടി ടാസ്കിങ് ആണ് ചെയ്യുന്നത്. സോ പിന്നെ ഉറക്കം വരുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ നോട്ട് എഴുതാം. കാരണം ഉറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ നമ്മൾ നോട്ട് എഴുതുമ്പോൾ നമ്മുടെ ബ്രെയിൻ നമ്മളെന്തോ ചെയ്യാണ്, എന്തെങ്കിലും ഫോക്കസ് ചെയ്യണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ എനിക്ക് നല്ല ഫോക്കസ് ഉള്ള ടൈമാണ് ഞാനൊക്കെ നോട്ട് എഴുതില്ല, ഫുള്ളി ലിസൺ ചെയ്യും ക്ലാസ്സിൽ. കാരണം എനിക്ക് ആ ഒരു സാർ അല്ലെങ്കിൽ ഒരു ടീച്ചർ പറയുന്ന കാര്യം കൂടുതൽ ലിസൺ ചെയ്താലാണ് എനിക്ക് കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക. എന്നാലാണ് എനിക്ക് എന്നെ തന്നെ കൂടുതൽ എനിക്ക് തന്നെ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് ഈ പോർഷൻ ഇങ്ങനെ വന്നതെന്നൊക്കെ. അപ്പോൾ ഞാൻ ഈ സാറ് ബോർഡ് എക്സാം ബേസ്ഡും അല്ലാതെ നീറ്റ് പ്രിപ്പയർ ബേസ്ഡും ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട് റിവിഷൻ ക്ലാസ് ആയതുകൊണ്ട്. ഞാൻ എൻ്റെ ബാക്ക്ലോഗ്സ് തീർക്കാനുള്ള ഏറ്റവും വലിയ വഴി ഇതുപോലെ റിവിഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇത് കാണാമെന്നുള്ളതാണ്. കാരണം ഇനി അത് ബാക്ക്ലോഗ്സ് പാർട്ട് 1 പാർട്ട് 2 വെച്ച് കണ്ട് തീർക്കുക എന്നുള്ളത് കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ ഞാനിങ്ങനെ കാണാമെന്ന് വിചാരിച്ചത്. പിന്നെ ഏകദേശം ഒരു 11:30 40 40 ആ ടൈമൊക്കെ ആയപ്പോഴേക്കും ഞാൻ നിർത്തി എൻ്റെ ക്ലാസ്. കാരണം മൈ ബ്രെയിൻ ഈസ് നോട്ട് ബ്രെയിനിങ് എനിമോർ. അപ്പോൾ 1 മണിക്കൂറെങ്കിലും പഠിക്കുക എന്നുള്ള എൻ്റെ ഒരു ഗോള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള മോർ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കാരണം നിങ്ങൾക്ക് നല്ല വീഡിയോസൊക്കെ വരുന്നുണ്ട്. ആൻഡ് ദിസ് ഈസ് ഹൗ മൈ ഫസ്റ്റ് ഡേ ഓഫ് ന്യൂ ഇയർ എൻഡ്സ്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.